ബസൂക്ക വിഷു ബോക്സ് ഓഫീസ് തൂക്കാൻ സാധ്യത തൂക്കൻ്റെയാണ് ഒരു 50 കോടിയിലെ കളക്ട് മൂവിയാണ്. എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ മമ്മൂക്കയ്ക്ക് മാത്രം 100 കോടി ക്ലബ് ഇല്ല എന്നൊക്കെ ചില ഫാൻസുകാർ പറയുന്നുണ്ട്. നമുക്ക് ഒരു താരത്തെക്കാളും മോർ നടനാണ്. താരപതിയേക്കാളും നല്ല നടനായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാവും അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ കോടി ക്ലബ്ബുകളെയാണോ അതുപോലെ മമ്മൂക്കയുടെ സഞ്ചാരത്തെയാണോ ഏറ്റവും നല്ല രീതിയിൽ? നമുക്ക് ഏറ്റവും നല്ല റോൾസാണ് ഇപ്പോൾ ചെയ്യുന്നത്. സെലക്റ്റീവായിട്ട് നല്ല സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്യുന്ന ഈ പുള്ളിയുടെ കരിയറിൽ ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ. പക്ഷേ കോടി ക്ലബ്ബുകൾ മൊത്തം മോഹൻലാലിനുള്ള കാര്യം, നല്ല അഭിനയത്തിലുള്ള കാര്യം. ഇപ്പോൾ ലാലേട്ടനാണല്ലോ, പണ്ട് ലാലേട്ടൻ നല്ല നടനായി. ഇപ്പോൾ ലാലേട്ടൻ മോഹൻലാൽ നടനെ കാണുന്നില്ല, മോഹൻലാൽ താരത്തെ മാത്രമേ കാണുള്ളൂ. മോഹൻലാൽ നടനെ കാണുന്നില്ല. ലാലേട്ടനും അതുപോലെ തിരിച്ചു വരട്ടാൻ ആഗ്രഹിക്കുന്നു. തുടരും എന്നുള്ള മൂവി ആയിരിക്കും. ലാലേട്ടൻ തിരിച്ചു വരട്ടാൻ ആഗ്രഹിക്കുന്നു. ആറാട്ടന് മോഹൻലാൽ ഫാൻസിനോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മോഹൻലാൽ ഫാൻസ് കുറച്ച് ടോക്സിക്കാണ്. കാരണം അവർ നരസിംഹം ശേഷം വന്ന ഫാൻസാണ്. മുമ്പുള്ള ഫാൻസ് വ്യത്യാസമുണ്ട്. ഞാൻ നരസിംഹം മുമ്പുള്ള ഫാനാണ്, പഴയ ലാലേട്ടൻ 80 90 ലാലേട്ടൻ ഫാനാണ്. നരസിംഹം ശേഷം വന്ന ഫാൻസ് വളരെ ടോക്സിക്കാണ്. മമ്മൂക്ക ഫാൻസ് അങ്ങനെ ടോക്സിക്കല്ല. ഇപ്പോൾ ഞാൻ തന്നെ ആദ്യം ആറാട്ടിൽ വൈറലായപ്പോൾ ഭീഷ്മയ്ക്ക് കയറിയപ്പോൾ അവർ ആറാടിക്കാൻ സ്വീകരിക്കുകയും ചെയ്തതാണ്. അത് മാത്രമല്ല, ഇവരെല്ലാ തരത്തിലും അക്സെപ്റ്റ് ചെയ്യും. മമ്മൂട്ടി ഫാൻസാണ്. പിന്നെ നൻപകൽ അക്സെപ്റ്റ് ചെയ്യും, സെയിം ടൈം ടർബോ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ലാലേട്ടൻ ഫാൻസ് അങ്ങനെയല്ല. അവർ മീശ ഭരിക്കുന്ന, എസ്പെഷ്യലി ഈ സാഹചര്യത്തിൽ ഈ നരസിംഹം കഴിഞ്ഞ് വന്ന ഫാൻസുകാർ മീശ ഭരിക്കുന്ന അങ്ങനത്തെ പടം മാത്രം പ്രൊമോട്ട് ചെയ്യുള്ളൂ. അവർ പ്രണയം പടം പ്രൊമോട്ട് ചെയ്തില്ല, വില്ലൻ മൂവി പ്രൊമോട്ട് ചെയ്തില്ല. അപ്പോൾ ആ ഒരു ഞാനുള്ള പഴയ ലാലേട്ടൻ ഫാനാണ്, നരസിംഹം മുമ്പുള്ള.